ഓക്കെ. 25,000 രൂപ മുതൽ ഏതാണ്ട് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരെയുള്ള 10ലധികം ഫോണുകളാണ് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ വരുന്നത്. ഇതിൽ തന്നെ ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള കുറച്ച് ഫോണുകൾ വരുന്നുണ്ട് ട്ടോ. സോ നിങ്ങൾ പുതിയ വല്ല ഫോണൊക്കെ വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടോളൂ. ഒരുപക്ഷെ നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഫോൺ ഈ ഒരു ലിസ്റ്റിലുണ്ടായിരിക്കും. സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യല്ലേ. സോ ദിസ് ഈസ് മൈ വിക്കി. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറഞ്ഞ ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകാം അല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരാൻ പോകുന്ന കുറച്ച് ഫോണുകൾ പറഞ്ഞുതരാം. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് ഐക്യൂവിൻ്റെ Z11. ഈ ഒരു പ്രൈസിൻ്റെ നല്ലൊരു പെർഫോമൻസ് തരാൻ പോകുന്ന ഫോണാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന ഒരു അമോലെഡ് ഡിസ്പ്ലേ, മീഡിയാടെക് ഡയമൻസിറ്റി 8500 ചിപ്സെറ്റ്, 50+60 മെഗാപിക്സലാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. പിന്നെ 9020 mAh ബാറ്ററി, 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഏതാണ്ട് ഇതേ സ്പെസിഫിക്കേഷനിൽ മറ്റൊരു ഫോൺ കൂടി വരുന്നുണ്ട്, വിവോയുടെ T5 എന്ന് പറഞ്ഞിട്ട്. ഇത് രണ്ടും തമ്മിലെ പ്രധാന മാറ്റം എന്താണെന്ന് വെച്ചാൽ ഐക്യു ഫോണിൽ മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ വിവോയുടെ ഫോണിൽ സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ എല്ലാം തന്നെ സെയിം ആണ്. ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റൊരു ഫോണാണ് OnePlusൻ്റെ Nord CE6 എന്ന് പറഞ്ഞുള്ള ഫോൺ. ഇത് കാര്യം എടുത്തു പറയേണ്ടതാണ്, ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന OnePlusൻ്റെ Nord സീരീസ് ഉണ്ടല്ലോ, അതൊക്കെ അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണുകളാണ് കേട്ടോ. ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 6.82 ഇഞ്ച് വരുന്ന 165 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 4 ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50+8+60 ആണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ 9000 mAh ബാറ്ററി, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഈടായിട്ട് ഫോണുകളുടെയൊക്കെ ബാറ്ററി ബാക്കപ്പ് വളരെ കൂടി വരുന്നുണ്ട്. ഇത് എവിടെ ചെന്നാൽ സാധിക്കുന്നത് കണ്ടറിയേണ്ടി വരും കേട്ടോ. പിന്നെ ഈ OnePlusൻ്റെ ഈ പറഞ്ഞ മോഡൽ ഉണ്ടല്ലോ, ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടാൻ പോകുന്ന മികച്ചൊരു ഫോൺ തന്നെയായിരിക്കും. ഇനി ഈ പ്രൈസ് റേഞ്ച് വരാൻ പോകുന്ന മറ്റൊരു ഫോൺ റിയൽമിയിൽ നിന്നാണ്. റിയൽമിയുടെ 16T എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. 6.57 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. മീഡിയാടെക് ഡയമൻസിറ്റി 6400 ആണ് കൊടുത്തിട്ടുള്ള ചിപ്സെറ്റ്. 50+50+32 മെഗാപിക്സലാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. ഈ ഒരു ഫോണിലും 7000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്രൈസിന് ഇത് മാത്രമല്ല, ഇൻഫിനിക്സിൻ്റെ Note 60 Pro, അതുപോലെ തന്നെ പോക്കോയുടെ M8 Pro, അതുപോലെ മോട്ടോയുടെ G സീരീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതുവരെ റിവീൽ ചെയ്ത് വന്നിട്ടില്ല. അതിൻ്റെ കാരണം മിക്കവാറും ഏപ്രിൽ മാസത്തിൽ ഇത് വരാൻ സാധ്യതയില്ല. പക്ഷേ ഇനി അഥവാ വരുവാണെങ്കിൽ അത് നമ്മൾ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതൊന്ന് മിസ് ചെയ്യാതിരിക്കാൻ എന്ത് വേണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അടുത്തൊരു പ്രൈസ് കാറ്റഗറിയാണ് അണ്ടർ 35,000. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒറ്റ ഫോണാണ് പറയാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ OnePlusൻ്റെ Nord CE6 ഉണ്ടല്ലോ, അതിൻ്റെ വലിയേട്ടനായിട്ട് വരും OnePlusൻ്റെ Nord 6. അത്യാവശ്യം മികച്ചൊരു സ്പെസിഫിക്കേഷനിലാണ് കേട്ടോ ഈ ഒരു ഫോൺ വരുന്നത്. 6.78 ഇഞ്ച് വരുന്ന ഒരു 165 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50+8+32 മെഗാപിക്സലാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. ഈ ഒരു ഫോണിലും 9000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ഗെയിമിങ്ങിന് കാപ്പബിൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ് കേട്ടോ. VGMA ഒക്കെ നിങ്ങൾക്ക് ഈസിലി 120 FPS കളിക്കാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തൊരു പ്രൈസ് കാറ്റഗറിയാണ് അണ്ടർ 40,000. ഈ ഒരു പ്രൈസ് കാറ്റഗറിയും പ്രധാനമായിട്ട് ഒരൊറ്റ ഫോൺ വരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ മോട്ടോറോളയുടെ Edge 70 Pro എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. പിന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്ന അവരുടെ മോട്ടോറോള Edge 60 Pro ഉണ്ടതല്ല, അത്യാവശ്യം മികച്ച ക്യാമറ ഔട്ട്പുട്ടാണ് ആ ഒരു ഫോണിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, നല്ല മികച്ചൊരു ക്യാമറ സെറ്റപ്പ് തന്നെ ഇതിലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന ഒരു അമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. മീഡിയാടെക് ഡയമൻസിറ്റി 8450 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50+50+50+32 മെഗാപിക്സലാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. പിന്നെ 6000 mAh ബാറ്ററി, 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ഈ ഒരു ഫോണിൽ വരും. ഓക്കെ, അടുത്ത നമ്മുടെ പ്രൈസ് കാറ്റഗറിയാണ് അണ്ടർ 50,000. ഈ ഒരു പ്രൈസിൻ്റെ പ്രധാനമായിട്ടും 3 ഫോണുകളാണ് വരാൻ പോകുന്നത്. ഇതിന് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് OnePlusൻ്റെ 15T ആണ്. ഒരു കോമ്പാക്ട് സൈസിൽ കിട്ടില്ല പെർഫോമൻസ് വരുന്ന ഒരു ഫോൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 6.32 ഇഞ്ച് വരുന്ന ഒരു LTP AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5 ആണ്. പിന്നെ 50+50+32 മെഗാപിക്സലാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. പിന്നെ ഇത്ര കോമ്പാക്ട് ഫോൺ ആയിരുന്നിട്ട് കൂടി 7500 mAh ബാറ്ററിയും, 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, അതുപോലെ തന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് വരെ ഈ ഒരു മോഡൽ കൊടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള ചിപ്സ്. സോ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ അത്ര സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. പക്ഷേങ്കിൽ കോമ്പാക്ട് സൈസ് ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ചെറിയ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യത. പിന്നെ ഇതിൽ വന്നിട്ടുള്ള വലിയൊരു ചേഞ്ച് എന്ന് വെച്ചാൽ 50 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ അവർ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇതിന് 3.5x വരെ സപ്പോർട്ട് ചെയ്യുന്നത് ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് തിങ്. അതുപോലെ തന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ 50,000 പ്രൈസിൻ്റെ ഒരു കോമ്പാക്ട് ഫോൺ നോക്കുകയാണെങ്കിൽ മികച്ചൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണായിട്ട് ഈ OnePlusൻ്റെ 15T. ഓക്കെ, അടുത്തായിട്ട് ഞാൻ പറയുന്നത് ഒരു ഫ്ലിപ്പ് ഫോണാണ്. മോട്ടോറോളയിൽ നിന്നാണ്. മോട്ടോറോയുടെ Razr 70 എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ്. 6.9 ഇഞ്ചിൻ്റെ മെയിൻ ഡിസ്പ്ലേ, 3.63 ഇഞ്ചിൻ്റെ കവർ ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ 50+50+32 മെഗാപിക്സലാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. പിന്നെ 4500 mAh ബാറ്ററി, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. പ്രധാനമായിട്ടും ലേഡീസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഫ്ലിപ്പ് ഫോണുകൾ വരാറുള്ളത്. സോ ഒരു 60,000 രൂപയ്ക്ക് താഴെ ഒരു ഫ്ലിപ്പ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ മോട്ടോറോയുടെ Razr 70. ഇനി
അടുത്തൊരു ഫോണാണ് വിവോയുടെ V70യുടെ ഫാൻ വിഷൻ. വിവോ V70 FE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. 6.83 ഇഞ്ച് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. MediaTek Dimensity 7360 ടർബോ ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 200+8+32 മെഗാ പിക്സലാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിലും 7000 mAh ബാറ്ററി 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അടുത്ത നമ്മളെ പ്രൈസ് കാറ്റഗറിയാണ് എബോവ് 60,000. 60,000 രൂപയ്ക്ക് മുകളിൽ വരുന്നത് നിങ്ങൾക്കറിയാം അൾട്രാ ലെവൽ ഫോണുകളായിരിക്കും, അതായത് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. അതിൽ തന്നെ ഫസ്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഓപ്പോയുടെ Find X9 Ultra എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ് കേട്ടോ. 60,000 മുകളിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്തൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഏതാണ്ട് 1 lakhിൻ്റെ പുറത്തായിരിക്കും ഇതിൻ്റെ റേറ്റ് വരാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. 6.82 ഇഞ്ച് വരുന്ന ഒരു LTP AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 8 Gen 5 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 200+50+200+50 മെഗാപിക്സലാണ് ബാക്ക് ക്യാമറയിൽ സെറ്റപ്പ് വരുന്നത്. 50 മെഗാപിക്സലാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഇതിനും 7050 mAh ബാറ്ററി, 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് വരെ ഈ ഒരു ഫോൺ വരുന്നുണ്ട്. നല്ല കിട്ടില്ല ക്യാമറ പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ് ഈ ഓപ്പോയുടെ Find X9 സീരീസ് വരുന്നത്. സോ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ നല്ല മികച്ചൊരു ക്യാമറ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫോൺ ഈ ഏപ്രിൽ മാസത്തിൽ ചൈനയിലാണ് ലോഞ്ച് ആകാൻ പോകുന്നത്. ഇന്ത്യയിലേക്ക് വരാൻ ഏതാണ്ട് മെയ് മാസം അല്ലെങ്കിൽ ജൂണിനോട് അടുപ്പിച്ചിട്ടായിരിക്കും വരാൻ സാധ്യതയുള്ളത്. ഈ അടുത്തൊരു ഫോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ വിവോയിൽ നിന്നുള്ള X300S എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇത് ചൈനയിലാണ് ഫസ്റ്റായിട്ട് വരാൻ പോകുന്നത്. ഇന്ത്യയിലേക്ക് വരുന്നതിനെ കുറിച്ച് ഇപ്പോഴും കൺഫർമേഷൻ ആയിട്ടില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. 6.78 ഇഞ്ച് വരുന്നൊരു AMOLED ഡിസ്പ്ലേ, MediaTek Dimensity 9500+ ചിപ്സെറ്റ്, 200+50+50+50 ആണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. പിന്നെ 7100 mAh ബാറ്ററി, 90 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ ചൈനയിൽ ലോഞ്ച് ആയിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന കാര്യം ഇതിപ്പോഴും കൺഫർമേഷൻ ആയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു ലിസ്റ്റിൽ ഞാൻ അവസാനമായിട്ട് പറയാൻ പോകുന്നത് Xiaomiയുടെ 70T എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. 6.8 ഇഞ്ച് വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ, MediaTek Dimensity 8500 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50+12+50 ആണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. പിന്നെ ഇതിലും 7000 mAh ബാറ്ററി, 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ ഇത്രയും ഫോണുകളാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഏപ്രിൽ മാസത്തിൽ വരുന്ന പല ഫോണുകളും നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണുകളാണ് കേട്ടോ. സോ നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള ഫോൺ നിങ്ങൾ തീർച്ചയായിട്ടും ചൂസ് ചെയ്യുക. സോ ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏത് ഫോണാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ വിക്കി. ബൈ.